ശ്രീ പ്രിയദർശൻ തമ്പി, ഇപ്പോൾ പത്മകുമാർ ഒപ്പം തന്നെ എൻ വാസു, ഈ രണ്ടുപേരെയും CPM-നോ അല്ലെങ്കിൽ സർക്കാരിനോ അങ്ങനെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഭാഗമേ അല്ല, അല്ലെങ്കിൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ തീരുമാനമെടുത്താന്ന് പറഞ്ഞാൽ അങ്ങനെ കൈകഴിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം രണ്ടുപേരുമായിട്ട് അത്രയധികം ബന്ധം പാർട്ടിക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത്, ഒരു കുറ്റാരോപിതൻ മാത്രമല്ലേ, ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അപ്പോൾ നടപടികൾ എടുക്കാമെന്നാണ് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത്. ഇത് മന്ത്രിമാരിലേക്ക് അടക്കം പോകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ആ രീതിയിൽ അന്വേഷണം പോകേണ്ട ഒരു സാഹചര്യം കൂടെ നിലവിലില്ലേ? കാരണം പത്മകുമാറിന്റെ മാത്രം സ്വന്തം ഇഷ്ടത്തിൽ തന്നെ രൂപം കൊണ്ട ഒരു ആശയമാണ് ഇതെന്നൊക്കെ ധരിക്കുക കുറച്ച് പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടി തലത്തിൽ നിന്നോ സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും വേറെ, ഇപ്പോൾ ഈ സുഭാഷ് കപൂർ എന്നൊക്കെ പറയുന്ന പോലെ വലിയ ഏതെങ്കിലും മാഫിയ ഡോണുകളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ആ നിലയ്ക്കും അന്വേഷണം പോകണ്ടേ? അല്ല, ആ നിലയ്ക്ക് അന്വേഷണം പോകണം. പക്ഷെ അതിന് നമുക്കൊരു റോവിംഗ് എൻക്വയറി, നമ്മളൊരു കോമൺ സെൻസ് വെച്ച് തന്നെ ചിന്തിക്കൂ. കാരണം ഓൾ ലോസ് ആർ കോഡിഫൈഡ് ഫോം ഓഫ് കോമൺ സെൻസ്. എല്ലാ അന്വേഷണവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ പൊതുധാരയിൽ നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കൂ ശബരിമലയിലേക്ക് സാധനം കൊള്ളയടിച്ച് നമുക്ക് വിദേശത്ത് കൊണ്ടുപോയി വിൽക്കാമെന്ന് തീരുമാനിക്കും. അതൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, അലിഗേഷൻസ്, ഒരു ആരോപണങ്ങളാണ്. അത്തരത്തിലുള്ള അലിഗേഷൻസിനൊക്കെ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇപ്പോൾ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരത്തിൽ ഒരു ഇതിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി പൊതുധാരയിൽ, രാഷ്ട്രീയ കക്ഷി കേരളത്തിന്റെ പൊതുധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ കഴിയും? അങ്ങനെ ഒരു കാരണവശാലും തീരുമാനിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി തീരുമാനമെന്നല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾ മാത്രം ഇത്രയും വലിയൊരു ഗൂഢനീക്കം അദ്ദേഹത്തിന്റെ മാത്രം മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു സൂചനകൾ, ഞാൻ അവര് നേരിട്ട് ചെയ്തു എന്ന് പോലും നമ്മൾ പറയുന്നില്ല, ഒരു സൂചനകളെങ്കിലും അവർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇടപെടലോ എങ്കിലും ഉണ്ടാവുകയൊക്കെ ചെയ്യേണ്ടതല്ലേ? അല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ കേസിൽ അന്വേഷണം പൂർണ്ണമായും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാനൊരു ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. കാരണം ഇത് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അന്വേഷിക്കേണ്ടത്. കാരണം എൻട്രസ്റ്റ്മെന്റ് പ്രൂവ്ഡ് ആണ്. ഇപ്പൊ 50% അന്വേഷണം പൂർത്തിയായി. കാരണം അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അവിടെ ഒരു പാളി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവികമായ അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രൂവ്ഡ് ആണ്, അത് അഡ്മിറ്റഡ് ആണ്. അപ്പോൾ എൻട്രസ്റ്റ്മെന്റ്, ഇതുപോലുള്ള കേസുകൾ എൻട്രസ്റ്റ്മെന്റ് പലപ്പോഴും ഡിലേ ചെയ്യും. അങ്ങനെ അല്ലായിരുന്നു, അതിന്റെ വേറുമോ എൻട്രസ്റ്റ്മെന്റ് പ്രൂവ്ഡ്. അപ്പോൾ അത് അവിടുന്ന് പോയി എന്തിനു വേണ്ടി, ആരാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതാണ് അന്വേഷിക്കേണ്ട. പ്രഥമമായി അന്വേഷണത്തിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ശബരിമലയിലെ ഒരു സാധനം അവിടുന്ന് അനുമതിയില്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവിടെ തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. ആരുടെ അനുവാദത്തോടു കൂടിയാണ് അത് പുറത്തേക്ക് കൊണ്ടുപോയത്? ആരാണ് അതിന് അനുമതി നൽകിയത്? ആരുടെ കണ്ടെയ്ൻമെന്റ് അനുമതി കൊടുത്തത്? അത് അവിടുന്ന് അന്വേഷണം തുടങ്ങണം. അപ്പൊ അങ്ങനെ അനുമതി അവിടെയാണ് അത് ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല. ഒരു വലിയ സംഘം ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ചിലരെയൊക്കെ നിർബന്ധിതമായി സമ്മർദ്ദം ചെലുത്തിയൊക്കെ ഇതിനെ സഹായിച്ചിട്ടുണ്ടാകും. ഇത് തീർച്ചയായിട്ടും ഒന്നത്. രണ്ട്, ഇത് എവിടെ കൊണ്ടുപോയി, എവിടെയാണ് ഒരുക്കിയത്, അല്ലെങ്കിൽ എവിടെ സ്വർണം എങ്ങോട്ട് കടത്തി? ഈ രണ്ട് ആംഗിളിലേക്കുള്ള അന്വേഷണം കണ്ടെത്തിയാൽ ഒരാളിനെ പിടിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ചെയിൻ ആയിട്ട് പോയിട്ട് മറ്റുള്ളവരെ കണ്ടെത്താൻ കഴിയും. അതിൽ നമ്മൾ ഈ ഊഹാപോഹങ്ങൾക്കൊക്കെ കുറച്ച് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പത്മകുമാറിനെ ചോദ്യം ചെയ്ത് ഉടൻ അടുത്ത അറസ്റ്റ് ഉണ്ടാകും. അപ്പൊ അടുത്ത അറസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ അത് വെളിയിലേക്ക് പോകും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പുറത്തുള്ള അറസ്റ്റ് എന്നതാണ്. ഇപ്പോ ഈ ദൈവതുല്യർ എന്ന് പറയുന്ന ആളുകളിലേക്ക് പോകുമ്പോ നമ്മൾ പോലും ഞെട്ടിപ്പോകുന്നത്. ഇപ്പൊ ഭംഗിക്ക് അറിയാലോ, പല കഥകൾ വരാം, ഊഹാഭോഹങ്ങൾ വരാം. ഒരുപക്ഷെ നേരത്തെ ശ്രീ മഹേഷ് പണിക്കരൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ആളുകളോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളോ ഒക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്കറിയില്ല. വരും മണിക്കൂറുകളൊക്കെ അത് തെളിയിക്കും. ഞാൻ അങ്ങയിലേക്ക് വരാം.